അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ നമ്മൾ മുട്ടക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കാനുണ്ടെങ്കിലും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ പിന്നെ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതി ഒന്ന് മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ മുട്ടക്കറി എങ്ങനെ റെഡിയാക്കണമെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ഉണ്ടാവും. പിന്നെ കുരുമുളകും, നല്ല ജീരകം, വലിയ ജീരകം, പിന്നെ 2-3 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ചൂടാക്കിയിടും. നമ്മൾ തീ എല്ലാം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ വറുത്തെടുക്കല്ല, ഞാൻ കരിഞ്ഞു പോകും. കുരുമുളക് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളകിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 5-6 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറഞ്ഞ തേങ്ങ വെച്ചാൽ 2-3 ടേബിൾ സ്പൂൺ തേങ്ങ മതിയാവും. തേങ്ങ കൂടി പോവണ്ട, അപ്പോൾ ടേസ്റ്റ് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങക്കറിയാവും ഇത്. പിന്നെ കുറഞ്ഞ തേങ്ങ. അപ്പോൾ ഞാൻ ആ തേങ്ങയെല്ലാം കൂടെ ഇതുപോലെ വറുത്തെടുത്തു. ഇതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചൂടൊക്കെ ആറി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് വെള്ളം ചേർത്തുക, ഇങ്ങനെയാണ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും കൂടി അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നാണ് മാറ്റി വെക്കണം. ഇനി ഞാൻ കറിക്ക് ആവശ്യമുള്ള മുട്ടയൊക്കെ നല്ല പുഴുങ്ങിയിട്ട് തോലൊക്കെ പൊളിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ല വരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ വരിണ പോലെ 2 പുറം ഞാൻ നല്ലൊന്ന് വരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുളകും ഉപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വരിഞ്ഞ് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല തീയ കുറഞ്ഞ ചൂടിൽ വേണം കേട്ടോ അത് ചെയ്യാൻ. അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ അല്ല, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഞങ്ങോട്ട് നമുക്ക് ഈ മുട്ടയൊക്കെ ഇതിലിട്ടിട്ട് നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ അതിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ കുറഞ്ഞ ചൂടിൽ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോയി ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോയാൽ ടേസ്റ്റൊക്കെ ആറി മാറിപ്പോവും. മുളക് പൊടിൻ്റെ കളറും മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇതിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് കോരി മാറ്റാം. പിന്നെ അതൊന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഈ എണ്ണയിൽ തന്നെ, ഈ മുളക് പൊടിയുള്ള ഈ എണ്ണയിൽ തന്നെ കുറച്ച് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്തത് പോലെ ഈ രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സവാളയാണ്. അപ്പോൾ അത് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പം ഇനി വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ വറ്റൽമുളകും കുരുമുളകൊക്കെ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ എരിവുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് പിന്നെ കുറവാക്കേണ്ടത് നല്ലതാണ്. പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില, പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട്, കുറഞ്ഞത് മതി. മുട്ടക്കറി ആകുമ്പോൾ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കൂടുതലായിട്ട് വേണ്ട. അപ്പോൾ കുറഞ്ഞത് 2ഉം കൂടെ ആണ്. അപ്പോൾ കുറഞ്ഞത് ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് പിന്നെ കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. ഉള്ളി ഒന്ന് നല്ലൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഞാൻ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഗ്യാസ് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പിൻ്റെ കുറവ്, ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് തക്കാളി അരച്ചെടുത്തതാണ്. ഒരു 2 തക്കാളി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പഴുപ്പ് കുറവായ തക്കാളിയായിരുന്നു. നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കണതാണ് നല്ലത്. അപ്പോൾ അത് അരച്ചെടുത്തതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഈ തക്കാളിയൊക്കെ നല്ലൊന്ന് പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നല്ലൊന്ന് വേവിച്ചെടുത്ത് ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം.
അതുപോലെ ഒന്ന് നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ അരച്ച അരപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് തക്കാളിയുടെ സോസാണ്. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. തക്കാളി ടൊമാറ്റോ സോസ് ഇതൊക്കെ നല്ലൊന്ന് പാകമായതിന് ശേഷം നമ്മൾ വറുത്ത് അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടി തേങ്ങ, മുളക്, പിന്നെ മല്ലി എല്ലാം കൂടെ അരച്ചതാണ്. അതിട്ടിട്ട് നല്ല ഒന്നും കൂടെ 1 മിനിറ്റ് ഈ വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ ഒന്ന് പിന്നെ വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അങ്ങനെ ഇതിനെ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒന്ന് തിളപ്പിക്കാം. എരിവൊക്കെ ഉണ്ടാവും, കുരുമുളകിൻ്റെ വറ്റൽമുളകിൻ്റെ ഒക്കെ എരിവുണ്ടാവും. അപ്പോൾ മുളക് പൊടി ഒക്കെ ഒന്ന് കുറക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ പുഴുങ്ങി പിന്നെ വെച്ച മുട്ട ഉണ്ടല്ലോ ഇത് അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഈ മുട്ടയൊക്കെ ഒന്ന് തിളച്ചൊന്ന് അതിൻ്റെ മസാലയൊക്കെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി മല്ലിയിലും കറിവേപ്പിൻ്റെ ഒക്കെ ഇതിൻ്റെ മേലുണ്ടെങ്കിലൊക്കെ ഒന്ന് തൂവി കൊടുക്കുക. പിന്നെ അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ സാധാരണ നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ്, അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് മാറ്റിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. വ്യത്യസ്തമായിട്ടൊന്ന് വേറെ രീതിയിൽ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഒരു പൊറാട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ റേഷൻ കടയിലെ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഞാൻ വേറെ ദിവസം നമുക്ക് വിടാം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ ഈ കറീൻ്റെ ടേസ്റ്റാണ്. അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.